will invite our secretary to be the secretary, Santosh Nair to talk. നമ്മുടെ ഈ ഇന്റഗ്രിറ്റി പാനലിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എൻ്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പ്, ഈ വേദിയിലിരിക്കുന്ന ഇന്റഗ്രിറ്റി പാനലിനെ നയിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്റഗ്രിറ്റി ടീമിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചു കൊടുക്കും. നിങ്ങളുടെയൊക്കെ കാതടപ്പിക്കുന്ന കയ്യടി ശബ്ദം ഞങ്ങൾക്ക് ഒരു കാര്യം വേണ്ടി, ഈ ഇന്റഗ്രിറ്റി ടീമിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഞങ്ങൾക്ക് അത്രയേറെ ജനപിന്തുണയാണ് ഫൊക്കാനയിലെ ജനകീയ മുഖമായ ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ അഭിമാനം. ഇവിടെ വരുവാനും നിങ്ങളെ കാണുവാനും കഴിഞ്ഞതിലും വളരെയേറെ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫൊക്കാനയിൽ ഇതുപോലെ ഡെലിഗേറ്റ്സ് കൂടുന്ന ഒരു മീറ്റിങ്ങിലേക്ക് വരുന്നത്. കാരണം ഞാൻ ഈ നാട്ടുകാരനല്ല, എല്ലാവരെയും പരിചയപ്പെടുവാനും നിങ്ങളുടെ പരിചയമുള്ള ആളുകളെ പുതുക്കുവാനും ഒക്കെ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി ആകണം. നമ്മുടെ പാട്ട് മാത്രം ഞാൻ പാടില്ല, പാടിയാൽ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകും. അവസാനം ഫിലിപ്പോസ് നമുക്കിട്ട് പണിയുന്നത്. അപ്പോൾ ഫിലിപ്പോസ് വിളിച്ചു, നമ്മളെല്ലാവരും വന്നു. ഫൊക്കാന എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് താങ്ങും തണലുമേറി ഇക്കാലം അത്രയും ഫൊക്കാനയ്ക്ക് കരുത്ത് നൽകുന്ന ആളുകൾ ഈ ന്യൂയോർക്കിലെ ആളുകളാണ്. ഫൊക്കാനയിൽ ആര് ജയിക്കണം, ആരും മാറണം, ആര് തോൽക്കണം എന്നൊക്കെ നിശ്ചയിക്കുന്ന, ജയവും തോൽവിയും നിശ്ചയിക്കുന്ന ആളുകളുള്ളത് ഈ ന്യൂയോർക്കിന്റെ സമീപ പ്രദേശങ്ങളിലുമുള്ള നല്ലവരായ നല്ല മനസ്സുള്ള നിങ്ങളാണ്. നിങ്ങളെല്ലാവരും വരണം, വന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങളെ വിജയിപ്പിക്കണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിച്ചു കൊടുത്തു. ഇവിടെ ആമുഖമായി പറഞ്ഞു, ഞാൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. എന്നാൽ ഔപചാരികതയുടെ പേരിൽ ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാൻ സന്തോഷ് നായർ ഫിലിപ്പോസ് ഫിലിപ്പിനോടൊപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഞാൻ മത്സരിക്കുന്നു. ഞാൻ കഴിഞ്ഞ 29 വർഷക്കാലമായി ഷിക്കാഗോയിലെ തീർത്താമസം. നാട്ടിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഏറ്റവും നല്ല പ്രദേശം, ഏറ്റവും കൂടുതൽ അച്ചായന്മാരുള്ള മതസൗഹാർദ്ദത്തിന് പേര് കേട്ട പാലാ മുനിസിപ്പാലിറ്റിയിൽ, പാലാ ടൗണിലാണ് ഞാൻ ജനിച്ചത്. പാലാ സെന്റ് തോമസ് സ്കൂളിലും സെന്റ് തോമസ് ഹൈസ്കൂളിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. LLB സെക്കൻഡ് ഇയർ ആണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. കഴിഞ്ഞ 29 വർഷക്കാലമായി ഞാൻ ഷിക്കാഗോയിലെ ആളുകളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നു, ഫൊക്കാനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ പാനലിനെ കുറിച്ച് പറഞ്ഞു, ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു കസേരയും പേനയും കടലാസുമായി ഫിലിപ്പോസ് വന്നിരുന്ന് സെക്രട്ടറി സന്തോഷ്, ട്രഷറർ ആൻഡ്രോ എന്ന് പറഞ്ഞ് തട്ടിക്കൂട്ടിയ ഉണ്ടാക്കിയ ഒരു പാനലല്ല ഇത്. നേരെ മറിച്ച് ഈ ഫൊക്കാനയിലെ മുഴുവൻ റീജിയനിലെയും വേണ്ടപ്പെട്ട ഫൊക്കാന പ്രവർത്തകരോടും ഫൊക്കാനയുടെ നേതാക്കന്മാരോട് കൂടിയാലോചിച്ച് ഏറ്റവും മിടുമിടുക്കന്മാരായ ഒരു സംഘടനയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് കാഴ്ചപ്പാടുള്ള ദീർഘവീക്ഷണമുള്ള കൊള്ളാവുന്ന മിടുമിടുക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പ് ഈ പാനലിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കട്ടെ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സഹമന്ത്രിമാരും കേരളത്തിലെ IPS IAS അടക്കമുള്ള കേരളത്തിലെ സാംസ്കാരികമായ നായകന്മാരെല്ലാം ഇരുന്ന ഒരു വേദി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി തലയുയർത്തി പിടിച്ചുകൊണ്ട് പ്രവാസി മലയാളികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ ശ്രീ സോണിയ മുഴുക്കിനെ പോലെയുള്ള മിടുമിടുക്കന്മാരായ ആളുകളാണ് ഞങ്ങളുടെ ഈ പാനലിലുള്ളത്. നിങ്ങൾക്ക് ബഹുമാനിക്കാം. അദ്ദേഹം ഇവിടെ മലയാളത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, മലയാള ക്ലാസ്സിനെ പറഞ്ഞു. ഒട്ടേറെ ഐഡിയ ഉള്ള ആള് അതാ വേറൊരു വ്യക്തി ഇരിക്കുന്നു, അജു, അദ്ദേഹമൊക്കെ AI കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ല ഒരു പാനലാണ് ഇവിടെ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് എക്സിക്യൂട്ടീവിലേക്ക് വരുന്നത്. പണ്ട് നമ്മുടെ നാട്ടിൽ പറയുമായിരുന്നു, പൂക്കൻ അപ്പാപ്പനങ്ങ് മൈസറേട്ട എന്ന് പറയുമായിരുന്നു. പക്ഷേ ഞാൻ പൂക്കന്റെ ഫൊക്കാനയുടെ തലപ്പറ്റിക്ക് വന്ന് മത്സരിക്കുന്ന ഒരാളല്ല. ഞാൻ ഒട്ടനവധി വർഷങ്ങൾ ഫൊക്കാനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കൂസ് എന്നുള്ള GK പിള്ള, എനിക്കറിയാം ടെറസിനെ പോലെയുള്ള ആളുകൾക്ക് ഓർക്കുന്നുണ്ടാവും. ശ്രീ GK പിള്ള ഫൊക്കാനയുടെ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഞാൻ ഫൊക്കാനയ്ക്ക് താഴെത്തട്ടിൽ ഫൊക്കാനയുടെ റീജിയണൽ സെക്രട്ടറിയായി ഞാൻ ഫൊക്കാനയ്ക്ക് വേണ്ടി പ്രവർത്തനം ആരംഭിച്ചതാണ്. അതിനുശേഷം ശ്രീ ജോൺ വന്നു. ഞാൻ ആ റീജിയണൽ വൈസ് പ്രസിഡന്റായി. അതിനുശേഷം സ്ഥാനമൊന്നും എടുക്കാതെ എല്ലാ കൺവെൻഷനിലും വന്ന് എല്ലാവരോടൊപ്പം കൂടി ആ കൺവെൻഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നയാളാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളുമൊക്കെ വളരെയേറെ സ്നേഹിക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ട ഫൊക്കാനയുടെ പ്രസിഡന്റ് ശ്രീ സജിമോഹൻ ആന്റണി അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ പാനലിൽ മത്സരിക്കണം എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഞാൻ പറഞ്ഞു ഞാൻ മത്സരിക്കാനില്ല. കാരണം എനിക്ക് സാധാരണ ഇതുപോലെ വന്ന് നിങ്ങളെയൊക്കെ കൂടി ഒരു കമ്പനി അടിച്ച് പോവുക എന്നുള്ളതായിരുന്നു. അവസാനം അദ്ദേഹമൊക്കെ നിർബന്ധിച്ചുകൊണ്ട് വീണ്ടും 8 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഷിക്കാഗോയിൽ റീജിയൻ 9 റീജിയണൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചു. ഇത്തവണ ഇലക്ഷൻ വന്നു. ശ്രീ ഫിലിപ്പ് എന്നോട് പറഞ്ഞു സന്തോഷ് ഇതിന്റെ സെക്രട്ടറി ആയിട്ട് വരണം. ഫിലിപ്പോസ് ഒരു കാര്യം പറഞ്ഞാൽ നിരസിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. കാരണം എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പൊക്കാന കടന്നു പോയിട്ടുണ്ട്. എത്രയോ വെല്ലുവിളികളെ പൊക്കാന നേരിട്ടിട്ടുണ്ട്. ആ വെല്ലുവിളികളും പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ ഉയർന്നു വന്നപ്പോൾ അതിന്റെ മുമ്പിൽ അടിമതരാതെ അട്ടല് വളയ്ക്കാതെ ഈ പ്രസ്ഥാനത്തിന് കരുത്ത് നൽകിക്കൊണ്ട് അതിന്റെ മുൻപന്തിയിൽ നിന്ന് ആളാണ് ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പ്. ഞാനിപ്പോഴും ഓർക്കുന്നു, പൊക്കാനയിൽ നമുക്കറിയാലോ ചില ഇലക്ഷനൊക്കെ നടക്കും. ആ ഇലക്ഷനിൽ എല്ലാവരും മത്സരിച്ചു തോറ്റു കഴിയുമ്പോ കേസ് കൊടുക്കും. 1 അല്ല 2 അല്ല 3 അല്ല 7 കേസുകൾ പൊക്കാനയുടെ ഭാരവാഹികൾ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ നെഞ്ചിലിട്ട് നടക്കുന്ന ഈ വലിയ സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി 7 കേസ് കൊടുത്തപ്പോൾ ആ കേസിന്റെ മുമ്പിൽ അടിമതരാകുന്നുണ്ട്. ആ കേസിന് വേണ്ടി വാദിച്ച് വിജയിച്ച അന്നത്തെ പ്രസ് ബോർഡിന്റെ ചെയർമാനാണ് ശ്രീ ഫിലിപ്പോസ്. അദ്ദേഹത്തെ പോലെ പൊക്കാനയിൽ സമാനതകളില്ലാത്ത ഉജ്ജ്വലമായ വ്യക്തിത്വമുള്ള ഒരാള് എന്നോട് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങളോട് മത്സരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കത് നിരസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോടൊപ്പം വളരെ അഭിമാനത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ജനറൽ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പ് അറിയാമല്ലോ, കഴിഞ്ഞ 10-30 വർഷക്കാലം 3 പതിറ്റാണ്ടിലേറെക്കാലമായി ലാഭനഷ്ടങ്ങളൊന്നും നോക്കാതെ പൊക്കാനയോടൊപ്പം നിൽക്കുന്നു. പൊക്കാനയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. പൊക്കാനയെ ഏറ്റവും വലിയ കരുത്തുറ്റ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവാസി മലയാളി സംഘടനയായി മാറ്റുന്നതിന് വേണ്ടി അതോടൊപ്പം പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജനകീയ നേതാവിനോടൊപ്പമാണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ പാനലിനെ നിങ്ങൾ വിജയിപ്പിക്കണം. 7-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. ആ 7-ാം തീയതി രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളെല്ലാവരും ഇന്റഗ്രിറ്റി ടീമിനെ നെഞ്ചിലെത്തിക്കൊണ്ടുവന്ന് ഞങ്ങളെ നല്ല വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ വിജയിപ്പിക്കണം. 7-ാം തീയതി അങ്ങ് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ കൺവെൻഷൻ ഹാളിന്റെ മുമ്പിൽ ഇന്റഗ്രിറ്റിന്റെ വിജയമാഘോഷിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തെ മഹാപ്രസ്ഥാനമാക്കാം. നാളുകളിലും പൊക്കാന എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം വളരെ തലയുയർത്തി ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാം. ഇന്ന് എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. പൊക്കാനയുടെ 2 തവണ പൊക്കാനയുടെ പ്രസിഡന്റായ ശ്രീ കറുകപ്പള്ളി അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. ഞാൻ ഏറെ സ്നേഹിക്കുന്ന പൊക്കാനയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ട്രഷറർ ജോയി ഇവിടെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ടെറൻസൻ അദ്ദേഹവും ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അതുപോലെ തന്നെ എന്നും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്ന സജീവ് പോത്തൻ, ഇവരുടെ എല്ലാം മഹനീയമായ സാന്നിധ്യം കൊണ്ട് നമുക്ക് കൂടുതൽ ശക്തി ലഭിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി ഇന്റഗ്രിറ്റി ടീം അത് നിങ്ങളുടെ ടീമാണ്. ഈ വിജയിപ്പിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വിനീതമായി ഒരിക്കൽ കൂടി നല്ല ഭൂരിപക്ഷത്തോടെ ഈ ടീമിനെ വിജയിപ്പിക്കണമെന്ന പ്രതീക്ഷയോടെ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.